മായയും ബിനിയും. മായ എന്ന കൊച്ചുമിടുക്കിക്ക് തേനീച്ചകളെ വലിയ പേടിയായിരുന്നു. അവയുടെ മൂളലും പറക്കലും മായയെ വല്ലാതെ അസ്വസ്ഥയാക്കി. മായയുടെ പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം വാടിത്തുടങ്ങിയിരുന്നു. മരങ്ങളിലെ കായ്കൾക്ക് വലുപ്പം വയ്ക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മായയ്ക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ചിറകുകൾക്ക് ചെറിയൊരു തകരാറുള്ള, എന്നാൽ വളരെ സൗഹൃദമുള്ള ഒരു തേനീച്ച അവളുടെ അടുത്തേക്ക് വന്നത്. എന്താ കൂട്ടുകാരി, നിന്റെ പൂന്തോട്ടം എന്താണിങ്ങനെ? തേനീച്ച ചോദിച്ചു. എനിക്ക് തേനീച്ചകളെ പേടിയാണ്, മായ പറഞ്ഞു. പൂന്തോട്ടം വാടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. തേനീച്ച ചിരിച്ചു. എന്റെ പേര് ബിനി. പൂക്കൾക്ക് തേനീച്ചകളുടെ സഹായം ആവശ്യമാണ്. ഞാൻ നിനക്കത് കാണിച്ചുതരാം. ബിനി മായയുടെ കൈയിൽ ഒരു തുള്ളി തേൻ വെച്ചു. അത്ഭുതകരമെന്നു പറയട്ടെ, മായ ചെറുതായി ഒരു തേനീച്ചയുടെ അത്രയും വലുപ്പത്തിലായി. വരൂ, നമുക്ക് പറക്കാം, ബിനി പറഞ്ഞു. അവർ ഒരുമിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു. മായ ആദ്യമായി ലോകത്തെ ഒരു തേനീച്ചയുടെ കണ്ണിലൂടെ കണ്ടു. അവർ ഒരു മനോഹരമായ പുൽമേട്ടിലെത്തി. അവിടെ നിറയെ പൂക്കളുണ്ടായിരുന്നു. തേനീച്ചകൾ ഓരോ പൂവിലും പറന്നിറങ്ങി തേനും പൂമ്പൊടിയും ശേഖരിക്കുന്നു. ഞങ്ങൾ പൂക്കളിൽ നിന്ന് പൂമ്പൊടി ശേഖരിക്കുമ്പോൾ ഞങ്ങൾ അവയെ പുതിയ പൂക്കളുണ്ടാക്കാൻ സഹായിക്കുന്നു, ബിനി വിശദീകരിച്ചു. ഇത് തേനീച്ചകളുടെ ജോലിയാണ്. ഇത് ലോകത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു. അവർ ഒരു തേനീച്ചക്കൂടിനടുത്തെത്തി. അവിടെ എല്ലാ തേനീച്ചകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. മായയ്ക്ക് പേടി തോന്നിയില്ല. അവൾക്ക് അവരോട് ബഹുമാനമാണ് തോന്നിയത്. മായ തിരിച്ച് പഴയ വലുപ്പത്തിലായി. അവൾ ഇനി തേനീച്ചകളെ പേടിച്ചില്ല. അവൾ പൂന്തോട്ടത്തിൽ കൂടുതൽ പൂക്കൾ നട്ടു. തേനീച്ചകൾക്ക് സഹായിയായി.